ലൈഫ് ലൈൻ തത്സമയ സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വളരെയധികം മുന്നേറിയിരിക്കുന്നു. മുന്നേറി അത് തെറാപ്യൂട്ടിക് ക്ലോണിംഗ് വരെ എത്തിയിരിക്കുകയാണ്. ഭ്രൂണങ്ങളെക്കുറിച്ച് പഠിച്ച് അസുഖങ്ങൾ മനസ്സിലാക്കി ചികിത്സിക്കുക, ഗവേഷണം നടത്തി മൂലകോശങ്ങളെക്കുറിച്ച് പഠിച്ച് ഭ്രൂണങ്ങളെക്കുറിച്ച് പഠിക്കുക, ഇങ്ങനെ തെറാപ്യൂട്ടിക് ക്ലോണിംഗ് വരെ എത്തി ഇനിയും കുറെ കൂടി മുന്നേറാനുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം. എനിക്ക് തോന്നുന്നു ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെയും നാം കേരളീയർ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ അടിസ്ഥാനപരമായ പല രോഗങ്ങളെക്കുറിച്ചും അജ്ഞരാണ്. അല്ല, ശരിയാണ്. പ്രത്യേകിച്ചും അലർജി, ആസ്മ തുടങ്ങിയ അസുഖങ്ങളെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്താണ് ഈ അസുഖങ്ങൾക്ക് കാരണം, ചികിത്സാ രീതികൾ, എന്തൊക്കെയാണ് നാം പാലിക്കേണ്ട ചിട്ടകൾ, പിന്നെ മുൻകരുതലുകൾ, അങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ, അല്ലേ? ഈ നൂറ് ചോദ്യങ്ങൾക്കും അതുപോലെ പ്രേക്ഷകരുടെ നൂറ് ചോദ്യങ്ങൾക്കും ഒക്കെ ഉത്തരം പറയാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് ലൈഫ് ലൈൻ സുപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിദഗ്ധനും പ്രൊഫസർ ആൻഡ് ഹെഡുമായ സർവോപരി ആസ്മയുടെയും അലർജിയുടെയും സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ കുര്യൻ തോമസ്. അദ്ദേഹത്തെ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. ആസ്മ രോഗം ഒരു ചികിത്സ ആവശ്യമായ ഒരു രോഗമാണ്. എന്നുവെച്ചാൽ ഹൃദ്രോഗം പോലെ തന്നെ പലർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. എല്ലാവരുടെയും വിചാരം മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണുള്ളത്. ആസ്മ ശരിക്കും കൃത്യമായി ചികിത്സിച്ചാൽ പൂർണ്ണമായി ഭേദപ്പെടുന്ന ഒരു അസുഖമാണ്. പക്ഷെ എത്ര ചെറിയ ആസ്മയാണെങ്കിൽ പോലും ചികിത്സ ആവശ്യമുള്ള ഒരു അസുഖമാണ്. ചില രോഗികൾ ഇത് വളരെ ചെറിയൊരു അസുഖമാണ്, ഇതിന് ചികിത്സ പോലും വേണ്ട, ഇടയ്ക്കുള്ള കുറുങ്ങലുമായിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. പക്ഷെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമായി വന്നിട്ട് ഒരു മാരകമായ ഒരു അസുഖം വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. കൃത്യമായി ചികിത്സിച്ചാൽ പരിപൂർണമായിട്ട് സുഖപ്പെടുന്ന ഒരു അസുഖമാണ് ആസ്മ. എന്ന് മാത്രമല്ല, ആസ്മ രോഗികൾക്ക് ഇപ്പോൾ ഉള്ള സന്തോഷ വാർത്ത, ആസ്മയ്ക്കുള്ള ലോകത്തിൽ എവിടെ കിട്ടുന്ന മരുന്നും ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ലഭ്യമാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആസ്മ രോഗികൾക്കും ഒരു സുഖമായിട്ടുള്ള ഒരു നോർമൽ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. ഇതിനുവേണ്ടി പക്ഷെ ഒരു ടീമായിട്ട് രോഗി തന്റെ രോഗത്തെപ്പറ്റിയും അതെപ്പം കൂടുന്നു, എങ്ങനെ അത് കുറയ്ക്കാം, ഏതൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത്, എപ്പം മരുന്ന് കൂട്ടണം കുറയ്ക്കണം, ഇതൊക്കെ രോഗി തന്നെ അറിഞ്ഞിട്ട് രോഗിയും ഇപ്പൊ കുട്ടികൾക്ക് ആസ്മ വരികയാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, സ്കൂൾ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇവരെല്ലാം കൂടെ ഒരു ഡോക്ടറുമായിട്ട് ഒരു ടീമായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും ആസ്മ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് രോഗിക്ക് പൂർണ്ണ സൌഖ്യത്തോടുകൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കാവുന്ന ഒരു അസുഖമാണെന്നാണ് എന്റെ ഒരു. പക്ഷേ ഡോക്ടർ ഇപ്പം ആസ്മയുടെ കാര്യം പറഞ്ഞു, ഇത് കണ്ടെത്തിയാൽ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ സിംറ്റംസ് പലപ്പോഴും വ്യത്യസ്തമാണ്. ചിലപ്പോഴും നെഞ്ചുവേദന തന്നെ ആസ്മയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്, ചിലപ്പോൾ ആസ്മയാകാറുണ്ട്. അതല്ലെങ്കിൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന ചില തടസ്സങ്ങൾ, ചിലപ്പോൾ അത് ആസ്മയാകാം, ആസ്മയല്ലാതാകാം. എവിടെയാണ് ശരിക്കും ആസ്മയുടെ ലക്ഷണങ്ങൾ? ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് ഈ വലിവ് കുറുങ്ങൽ എന്നാണല്ലോ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയും ഓൾ ദാറ്റ് വീസസ് ഈസ് നോട്ട് ആസ്മ. എല്ലാ വലിവും ആസ്മയല്ല. പിന്നെ ഇംഗ്ലീഷിൽ വേറൊരു ചൊല്ലുണ്ട്, ഓൾ ആസ്മ ഡസ് നോട്ട് വീസ്. എല്ലാ ആസ്മയും ഈ വലിവായിട്ട് തന്നെ വരണമെന്നില്ല. പ്രത്യേകിച്ചും കുട്ടികളിൽ കുട്ടികൾക്ക് ചുമ മാത്രം, ഞാൻ സാധാരണ കാണുന്നതാണ്, ചുമ മാത്രമേ ഉള്ളൂ കുട്ടിക്ക്, പക്ഷെ ശരിക്കുള്ള അസുഖം ആസ്മയാണ്. അതുപോലെ തന്നെ രാത്രിയിൽ എഴുന്നേറ്റിട്ടുള്ള ചുമ, ഓടുമ്പോൾ മാത്രം ചുമ കുറുങ്ങൽ വരിക, അതിന് എക്സർസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും. അപ്പൊ ആസ്മ വലിവല്ല, ചില അവസരങ്ങളിൽ അത് ഈ പറഞ്ഞ പോലെ ചുമ, ഓടുമ്പോൾ മാത്രം ചുമ, രാത്രിയിൽ എഴുന്നേറ്റിട്ട് ചുമയ്ക്കുക. അപ്പൊ രാത്രിയിൽ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ശ്വാസം മുട്ടലായിട്ട് ചുമയ്ക്കുന്ന മിക്കവാറും ഹാർട്ടിന്റെ അസുഖമാണെന്നൊക്കെ പേടിയുണ്ടെങ്കിൽ പോലും ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടുതലും രോഗികൾ രാത്രിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ചുമച്ച് ശ്വാസം മുട്ട് വരുന്നത് ശരിക്കും ആസ്മ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞത് ശരിയാണ്. എല്ലാ ആസ്മയും ചിലപ്പോൾ പെട്ടെന്ന് രോഗിക്ക് തന്നെ കണ്ടുപിടിച്ചെന്ന് വരില്ല. എല്ലാ ആസ്മയെന്ന് പറയുമ്പോൾ തന്നെ ആസ്മ അപ്പൊ എന്ത് തരത്തിലൊക്കെ ഉണ്ട്? അങ്ങനെ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വലിവോടുകൂടിയുള്ള ആസ്മ, വീസിങ്, കുറുങ്ങല്, വലിവ് എന്നുള്ള ആസ്മ. പിന്നെയുള്ള ചുമ രൂപത്തിൽ മാത്രമുള്ള ആസ്മയുണ്ട്. പിന്നെ അപൂർവം ചിലർക്ക് കാണുന്നത് രാത്രിയിൽ മാത്രം ആസ്മ, ഓടി കളിക്കുമ്പോൾ ആസ്മ. വളരെ അപൂർവം ആളുകൾക്ക് മരുന്ന് കൊണ്ട് ആസ്മ വരാം, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആസ്മ. ഏറ്റവും ക്ലാസിക്കൽ ആസ്പിരിനാണ്. അപ്പൊ ആസ്പിരിൻ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ പല അസുഖങ്ങൾക്ക്. പക്ഷെ ആസ്പിരിൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആസ്മ വരുന്നു. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനുള്ള, പ്രഷറിനുള്ള ബീറ്റാ ബ്ലോക്കേഴ്സ് കഴിച്ച ആസ്മ വരുന്നു. അങ്ങനെ ഫുഡ് കൊണ്ടുള്ള ആസ്മ വേറെ തരമാണ്. ചില പ്രത്യേകതരം ഫുഡ് കഴിച്ചാൽ മാത്രം ആസ്മ വരുന്നത്, പലതരത്തിൽ ആസ്മ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? അലർജി ടെസ്റ്റ് അങ്ങനെയാണ്? ഫുഡ് സാധാരണയുള്ള ആസ്മ ഒരു 90% ആസ്മയും ഡോക്ടർ രോഗിയിൽ നിന്ന് രോഗലക്ഷണങ്ങൾ വഴി തന്നെ നമുക്ക് ഇത് ആസ്മയാണെന്ന് കണ്ടുപിടിക്കാനാവും. ഉദാഹരണമായിട്ട് ഒരു അടഞ്ഞു കിടക്കുന്ന റൂമിൽ കയറുന്നു, പൊടി തട്ടുന്നു, അല്ലെ വൈക്കോല് സീസണിൽ വരുന്നു. അല്ലാത്തുള്ള രോഗികളിൽ ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. പിന്നെ ചെയ്യാവുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ ഉണ്ടോ ഇല്ലയോ. ആസ്മ എന്ന് പറഞ്ഞ ശ്വാസകോശത്തിലെ കുഴലിന്റെ ഒരു
നീരാണല്ലോ. അപ്പോൾ ആസ്മ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അതിനായിട്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. ഒന്ന് ഈ കാണുന്ന ഈ സ്പൈറോമീറ്റർ ആണ്. ഇത് ഡോക്ടർമാരുടെ കയ്യിലുണ്ട്. ഇതിൽ രോഗി ഇതിനുള്ളിലേക്ക് വളരെ ശക്തിയിൽ ഊതുകയാണെങ്കിൽ ശ്വാസക്കുഴൽ ചുരുങ്ങിയിരിക്കുന്ന ആസ്മ രോഗികൾ ഇതിനോട് സ്പീഡിൽ ഊതാൻ ഒക്കുകയില്ല. അപ്പൊ നമുക്ക് അതിൽ നിന്ന് അളവറിയാം ഇത്ര ശതമാനം ആസ്മ ഈ രോഗിക്കുണ്ട്. അതിനുശേഷം ആസ്മ ഉടൻ കുറയുന്നതിനായിട്ടുള്ള സ്പ്രേകൾ അടിച്ച് ഇത്ര ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പൊ അതുവഴി നമുക്ക് പ്രിഡിക്ട് ചെയ്യാം ഈ ആസ്മ രോഗിക്ക് എത്ര കുറയും, ഫ്യൂച്ചറിൽ എന്തുമാത്രം മാറിക്കിട്ടും. ഇത് ആസ്മ തന്നെ ആണോ അല്ലയോ എന്ന് അറിയാനും ഈ ടെസ്റ്റ് വഴി നമുക്കറിയാം. പ്രത്യേകിച്ച് പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്നു ഈ പുകവലി മൂലം COPD എന്ന് പറഞ്ഞൊരു അസുഖം വരുന്നുണ്ട്. അപ്പൊ അതാണോ ആസ്മയാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതുവഴി പരിശോധിക്കാം. പ്രത്യേകിച്ച് ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ COPD പുകവലി മൂലമുള്ള ആ കുറുങ്ങല് വലിയ അധികം കുറയല്ല. അതേസമയം ആസ്മ രോഗികളിലെ ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ശ്വാസക്കുഴലിന്റെ ഇത് കംപ്ലീറ്റ് മാറും. സ്പ്രേ ചെയ്യുന്ന ഇൻഹേലർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അത് പലർക്കും ഭയമാണല്ലോ ഡോക്ടർ. ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്ന കാണാറില്ല. സത്യം പറയുകയാണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും ഇൻഹേലറിന്റെ ഉപയോഗം വളരെ കുറവാണ്. 100 ആസ്മ രോഗികളിൽ ഒരു 1-2 പേര് ഉപയോഗിക്കാറുള്ളൂ. വെസ്റ്റേൺ കൺട്രീസിൽ 100 ആസ്മ രോഗികളിൽ ഒരു 95 പേരും ഇൻഹേലർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം ഈ ഇൻഹേലറിനെ പറ്റി നമ്മുടെ ഇടയിൽ രോഗികളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണയാണ്. ഈ ഇൻഹേലർ ഒരു അവസാന ചികിത്സയാണ്, അറ്റ കൈയാണ്, ഇത് അഡിക്ഷൻ ഉണ്ടാക്കും, ഇതൊരിക്കൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ ഇത് ശരിക്കും പറയാനാണ് അതിനകത്ത് യാതൊരു വാസ്തവമില്ല. ഈ ആസ്മ എന്നുള്ള അസുഖത്തെ പറ്റി രോഗിക്ക് തീരെ അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഈ ഒരു പേടി. ശരിക്കും ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസക്കുഴലിൽ കൂടെ ഈ എയർ ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് ഒരു സാധാരണ ശ്വാസക്കുഴലിന്റെ ഒരു മോഡലാണ്. നമ്മുടെ ഈ ശ്വാസക്കുഴലിന് ചുറ്റുമുള്ള ഈ മസിലിലെ ഈ പേശികളുണ്ടല്ലോ, ഈ പേശികൾ നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ എയർ വളരെ ഫ്രീ ആയിട്ട് ഇതിലൂടെ പോകും. പക്ഷെ ഈ ആസ്മ രോഗിക്ക് അവരുടെ ജനറ്റിക്കലി അവരൊരു പെട്ടെന്ന് ഈ ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു തരം ഒരു പ്രകൃതമുള്ള ഒരു ശ്വാസക്കുഴലാണ്. അപ്പൊ ആ ആസ്മ രോഗി ഇപ്പോൾ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു റൂമിലോട്ട് കയറുവാണ്, പൊടി അടിക്കുന്നു, ഉടൻ തന്നെ ഈ മസിലുകൾ വലിഞ്ഞു മുറുകുന്നു. എന്ന് മാത്രമല്ല ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ശ്വാസക്കുഴലിനകത്ത് വളരെ നീര് കെട്ടുന്നു. അപ്പൊ ആസ്മ രോഗിക്ക് ശരിക്കും ഈ ശ്വാസക്കുഴലിലെ കേടുള്ളൂ. അപ്പൊ ഈ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ സ്പ്രേ രൂപത്തിൽ വായിൽ കൂടെ ഇതാണ് സ്പ്രേ രൂപത്തിൽ നേരിട്ട് മരുന്ന് ഇങ്ങനെ അടിച്ചിട്ട് രോഗി വലിക്കുകയാണെങ്കിൽ ഇത് നേരെ ഉടൻ തന്നെ അവിടെ മരുന്ന് എത്തുന്നു. അപ്പൊ ഈ പേശികളിലെ വലിവ് കുറയുന്നു, ഈ നീരും കുറയ്ക്കുന്നു. പഴയ പോലെ ഉടൻ തന്നെയാകും.